طيب بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين وبعد صلاة الجماعة والإمامة അല്ലേ അതിൽ അവസാനത്തെ ഹദീസുകളാണ് ഇന്ന് അവസാനത്തെ ഹദീസുകൾ ഒന്നാമത്തെ ഹദീസ് അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസാണ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു قال قال النبي صلى الله عليه وسلم إذا سمعتم الإقامة فامشوا إلى الصلاة وعليكم السكينة والوقار ولا تسرعوا فما أدركتم فصلوا وما فاتكم فأتموا عليه متفق عليه واللفظ للبخاري خلاص أنا لا طيب أنا أبي هريرة رضي الله عنه أبو هريرة رضي الله عنه നിവേദനം ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇദാ സമീഅതുമുൽ ഇഖാമ ഇദാ സമീഅതുമുൽ ഇഖാമ നിങ്ങൾ ഇഖാമത്ത് കേട്ടാൽ ഇഖാമത്ത് വിളി നിങ്ങൾ കേട്ടാൽ ഫംഷു ഇലസ്സലാ നിങ്ങൾ നമസ്കാരത്തിലേക്ക് ഇംഷു പറഞ്ഞാൽ നടക്കുക നിങ്ങൾ നമസ്കാരത്തിലേക്ക് നടന്നു ചെല്ലുക വഅലൈക്കുമുസ് സകീനത്തു വൽ വഖാർ വഅലൈക്കും നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ അസ്സകീന സകീനത്ത് സമാധാനം വൽ വഖാർ വഖാർ എന്ന് പറഞ്ഞാൽ ഒതുക്കം അതാണ് ദൃഷ്ടി താഴ്ത്തി മൗനികളായി അതാണ് ദൃഷ്ടി താഴ്ത്തി മൗനികളായി ഒതുക്കത്തിൽ പോവുക അതാണ് വഅലൈക്കും സകീനത്ത് വൽ വഖാർ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകണം നിങ്ങൾക്ക് ഒതുക്കവും ഉണ്ടാകണം വലാ തുസ്രിഉ വലാ തുസ്രിഉ നിങ്ങൾ ധൃതി പിടിക്കരുത് നിങ്ങൾ ധൃതി കാണിക്കരുത് ഫമ അദ്രക്തും ഫസല്ലു വമ ഫാതകും ഫഅതിമു എന്താ ഫമ അദ്രക്തും നിങ്ങൾ ഇമാമിൻ്റെ കൂടെ കണ്ടെത്തിയത് ഫസല്ലു നിങ്ങൾ നമസ്കരിക്കുക വമ ഫാതകും നിങ്ങൾക്ക് നഷ്ടമായത് ഫാതിമു നിങ്ങൾ പൂർത്തീകരിക്കുക ഖലാസ് ഒന്നുകൂടി ഹദീസ് നോക്കി ഇദാ സമീഅതുമുൽ ഇഖാമ നിങ്ങൾ ഇഖാമത്ത് വിളി കേട്ടാൽ ഫംഷു ഇലസ്സലാ നമസ്കാരത്തിലേക്ക് നിങ്ങൾ നടന്നു ചെല്ലുക വഅലൈക്കുമുസ് സകീനത്തു വൽ വഖാർ നിങ്ങൾ നടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവണം സമാധാനവും ഒതുക്കവും ഉണ്ടാകണം വഖാർ എന്ന് പറഞ്ഞാൽ അതാണ് ദൃഷ്ടി താഴ്ത്തി സംസാരം ഇല്ലാതെ പിന്നെ ഒതുക്കത്തിൽ പോവുക വലാ തുസ്രിഉ നിങ്ങൾ ധൃതി പിടിക്കരുത് ധൃതി കാണിക്കരുത് ഫമ അദ്രക്തും ഫസല്ലു എന്താണോ നിങ്ങൾ ഇമാമിൻ്റെ കൂടെ കണ്ടെത്തിയത് അത് നിങ്ങൾ നമസ്കരിക്കുക വമ ഫാതകും ഫാതിമു എന്താണോ നിങ്ങൾക്ക് നഷ്ടമായത് അത് നിങ്ങൾ പൂർത്തീകരിക്കുക ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഈ പദപ്രയോഗം ഇമാം ബുഖാരിയുടേതാണ് അതാണ് വല്ലഫ്ദു ലിൽ ബുഖാരി എന്ന് പറഞ്ഞത് അപ്പോൾ എന്താ ഈ ഹദീസ് അറിയിക്കുന്നത് ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിന് പോകുന്നവർക്കുണ്ടാകേണ്ട മര്യാദയാണ് ഈ ഹദീസ് അറിയിക്കുന്നത് അല്ലേ നടന്നാണ് പോകേണ്ടത് ഓടാൻ പാടില്ല പോകുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാകണം ഒതുക്കം ഉണ്ടാകണം ഈ ഹദീസിന് അവസാനം നോക്കി നിങ്ങൾ വലാ തുസ്രിഉ നിങ്ങൾ ധൃതി കാണിക്കരുത് ഫമ അദ്രക്തും ഫസല്ലു വമ ഫാതകും ഫഅതിമു ഇമാമിൻ്റെ കൂടെ കിട്ടിയത് നിങ്ങൾ എന്ത് ചെയ്യുക നമസ്കരിക്കുക എന്താണോ നിങ്ങൾക്ക് നഷ്ടമായത് വമ ഫാതകും ഫഅതിമു അത് നിങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുക ഖലാസ് അതിലൊരു മസാല ഉണ്ട് മസാലകൾ കുറേ ഉണ്ട് പക്ഷേ ഒരു പ്രധാനപ്പെട്ട മസാല എന്താ വെച്ചാൽ ഒരാൾ നിസ്കാരത്തിന് വന്നു ഇമാമിൻ്റെ കൂടെ അയാൾക്ക് കുറച്ച് കിട്ടി കുറച്ച് നഷ്ടമായി അപ്പോൾ അയാൾ ഇമാമിൻ്റെ കൂടെ കിട്ടിയത് അയാളുടെ ആദ്യ നിസ്കാരത്തിൻ്റെ തുടക്കമാണോ അതല്ല ഒടുക്കാണോ ഒരാൾ 4 റക്അത്തുള്ള നിസ്കാരത്തിൽ ഒരാൾ വന്നു ഇമാമ് 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് ഇയാൾ എത്തിയത് മസ്ബൂഖാണ് അയാൾക്ക് ഇമാമിൻ്റെ കൂടെ 2 റക്അത്ത് കിട്ടി ആ കിട്ടിയത് ഇയാളുടെ വൈകി വന്നവൻ്റെ നമസ്കാര തുടക്കമാണോ അതല്ല അയാളുടെ ഒടുക്കാണോ തുടക്കം അല്ലേ അതാണ് ശരി അതായത് പിന്നെ അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ഇമാമിൻ്റെ കൂടെ അയാൾ ആദ്യത്തെ 2 റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ മാത്രമേ ഓതുള്ളൂ പിന്നെ അയാൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന 2 റക്അത്തിലോ സൂറത്തുൽ ഫാത്തിഹ അയാൾ ഓതേണ്ടതില്ല പിന്നെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുകൾ ഓതേണ്ടതില്ല എന്നർത്ഥം കാരണം അയാൾക്ക് പിന്നെ ഇമാമിൻ്റെ കൂടെ കിട്ടിയത് അയാളുടെ
ആദ്യത്തെ റക്കഅത്തുകളാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായവും ഷാഫി മദ്ഹബും അതാണ് ഈ പറഞ്ഞത്. അതായത് ഇമാമിൻ്റെ കൂടെ കിട്ടിയത് അയാളുടെ തുടക്കമാണ്, നിസ്കാരത്തിൻ്റെ സ്റ്റാർട്ട്, തുടക്ക ഭാഗം. പിന്നെ ഇമാമിൻ്റെ കൂടെ അയാൾക്ക് നഷ്ടമായത് അയാളുടേത്, പിന്നെ അയാൾ വീട്ടിൽ നിന്ന് അയാളുടെ നമസ്കാരത്തിൻ്റെ അവസാന ഭാഗമാണ്. അതേസമയം ഭൂരിപക്ഷ പണ്ഡിതന്മാർ ഇമാം അഹ്മദ്, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക് തുടങ്ങിയവരൊക്കെ എതിരഭിപ്രായമാണ്. മനസ്സിലായില്ലേ? അതായത് ഇമാമിൻ്റെ കൂടെ അയാൾക്ക് കിട്ടിയത് അയാളുടെ നിസ്കാരത്തിൻ്റെ അവസാനം, പിന്നെ അയാൾ നിസ്കരിക്കുന്നത് അയാൾക്ക് നഷ്ടപ്പെട്ടത് അയാൾ ഖളാ വീട്ടുന്നത് പോലെയാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ ചില അസറുകളിൽ കാണാം, നിനക്ക് ഇമാമിൻ്റെ കൂടെ കിട്ടിയത് നിൻ്റെ നമസ്കാരത്തിൻ്റെ തുടക്കമാണ്, ഇമാമിൻ്റെ കൂടെ കിട്ടിയത് നിനക്ക് നിൻ്റെ നമസ്കാരത്തിൻ്റെ തുടക്കമാണ് എന്നറിയിക്കുന്ന ചില അസറുകൾ കാണാം, സഹാബികളുടെയൊക്കെ വാക്കായിട്ട്. അത് പിന്നെ അതിൽ ശരിയായ അഭിപ്രായം ഇതാണ്, ഇമാമിൻ്റെ കൂടെ നമ്മൾ ചെന്നിട്ട് എന്താണോ കിട്ടുന്നത് നമ്മുടെ നമസ്കാരത്തിൻ്റെ തുടക്കമാണ്. നമുക്ക് ഇമാമിൻ്റെ കൂടെ തുടക്കത്തിലുള്ളതാണല്ലോ നഷ്ടമായത്, അത് നമ്മൾ പിന്നെ നമ്മൾ വീട്ടുന്നത് നമ്മുടെ നമസ്കാരത്തിൻ്റെ അവസാനമാണ്. അതാണ് ഒന്നാമത്തെ ഹദീസ്. രണ്ടാമത്തെ ഹദീസ് ഉബൈ ഇബ്നു കഅബിൽ നിന്നല്ലേ. അൻ ഉബൈ ഇബ്നു കഅബിൻ റളിയല്ലാഹു തആല അൻഹു അൻ ഉബൈ ഇബ്നു കഅബിൻ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുർ റജുലി മഅർ റജുലി അസ്കാ മിൻ സ്വലാത്തിഹി വഹ്ദഹു വസ്വലാത്തുഹു മഅർ റജുലൈനി അസ്കാ മിൻ സ്വലാത്തിഹി മഅർ റജുൽ വമാ കാന അക്സർ ഫഹുവ അഹബ്ബു ഇലല്ലാഹി അസ്സ വജൽ. അന്നല്ലേ പ്രയോഗം? തയ്യിബ്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു. ആരെ ഉബൈ ഇബ്നു കഅബ്? ആണല്ലോ റാവി ഉബൈ ഇബ്നു കഅബ് അൽ അൻസ്വാരി റളിയല്ലാഹു തആല. നമ്മൾ സൂറത്ത് ബയ്യന എടുത്ത് പറഞ്ഞ സഹാബി അബുൽ മുൻദിർ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. അബുൽ മുൻദിർ ഉബൈ ഇബ്നു കഅബ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിൻ്റെ നിവേദനം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാത്തുർ റജുൽ മഅർ റജുൽ. എന്താ? ഒരു വ്യക്തിയുടെ നമസ്കാരം, മഅർ റജുൽ അലൈഹി വസല്ലം, മറ്റൊരു വ്യക്തിയോടൊപ്പം, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോടൊപ്പം നിസ്കരിക്കുക എന്നുള്ളത് അസ്ക മിൻ സ്വലാത്തിഹി വഹ്ദഹു, അയാൾ തനിച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ അസ്ക, യഷ്മാന അസ്ക, ശ്രേഷ്ഠമാണ്, അഫ്ളലാണ്, മഹത്തരമാണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോടൊപ്പം, അപ്പോൾ എന്താ നിസ്കാരം? ഒരു വ്യക്തി വ്യക്തിനോടൊപ്പം നിസ്കരിക്കുക, ഏത് നിസ്കാരം? ജമാഅത്തായിട്ടുള്ള നിസ്കാരം. അതാണ് അസ്ക മിൻ സ്വലാത്തിഹി വഹ്ദഹു, തനിച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും മഹത്തരമായത്. വസലാത്തുഹു മഅർ റജുലൈൻ, ഒരു വ്യക്തി രണ്ടാളോടൊപ്പം നമസ്കരിക്കൽ, അസ്ക മിൻ സ്വലാത്തിഹി മഅർ റജുൽ. എന്താ? അസ്ക മിൻ സ്വലാത്തി, അവൻ്റെ നമസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമാണ് മഅർ റജുൽ, ഒരു വ്യക്തിയോടൊപ്പം. അപ്പോൾ രണ്ടാൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് മൂന്നാൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത്. ഒരാൾ തനിച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് രണ്ടാൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത്. അതാണ് പറഞ്ഞത്. വമാക്കാന അക്സർ, എന്താ വമാക്കാന അക്സർ? കൂടുതലാകുന്നതിനനുസരിച്ച് ഫഹുവ അഹബ്ബു ഇലല്ലാഹി അസ്സ വജൽ, അതാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടകരമായത്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടകരമായത്. ഈ ഹദീസ് റവാഹു അബൂ ദാവൂദ് വൻ നസായി വസഹഹഹു ഇബ്നു ഹിബ്ബാൻ അല്ലേ. ഇമാം അബൂ ദാവൂദ് നസായി ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇമാം ഇബ്നു ഹിബ്ബാൻ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഹദീസ് സഹീഹാണ്, അബൂദാവൂദിൻ്റെയും നസായിയുടെയും നിവേദനം. അതിൽ അബ്ദുല്ലാ ഇബ്നു അബി ബുസൈർ എന്ന് പറഞ്ഞ റാവിനെ കുറിച്ച് ചില സംസാരങ്ങളുണ്ട് ഈ ഹദീസിന്. പക്ഷേ ആ നിരൂപണം പിന്നെ ഈ ഹദീസിൻ്റെ സിഹത്തിനെ ശരിയാണെന്നതിനെ ബാധിക്കണില്ല. അപ്പം എന്താ ഇവിടെ? സലാത്തുർ റജുൽ മഅർ റജുലി അസ്കാ മിൻ സ്വലാത്തിഹി വഹ്ദഹു, തനിച്ചല്ല നിസ്കരിക്കേണ്ടത്, ജമാഅത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്. രണ്ടാൾ നിസ്കരിച്ചാലും എന്തായി? ജമാഅത്തായി. രണ്ടാൾ നിസ്കരിച്ചാലും എന്തായി? ജമാഅത്തായി അല്ലേ. അത് ഇന്ന് മനസ്സിലാക്കാം. സലാത്തുർ റജുലി മഅർ റജുലി അസ്കാ മിൻ സ്വലാത്തിഹി വഹ്ദഹു, അപ്പോൾ രണ്ടാൾ നിസ്കരിച്ചാൽ ജമാഅത്തായി. വസലാത്തുഹു മഅർ റജുലൈനി അസ്കാ മിൻ സ്വലാത്തിഹി മഅർ റജുൽ, ഒരാളോടൊപ്പം നിസ്കരിക്കണേലേറെയാണ് രണ്ടുപേരോടൊത്ത് നിസ്കരിക്കുന്നത്. വമാക്കാന അക്സർ ഫഹുവ അഹബ്ബു ഇലല്ലാഹ്, ആൾ കൂടുന്നതിനനുസരിച്ച് എന്താണ്? ജമാഅത്തായിട്ടുള്ള നിസ്കാരം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടകരമാണെന്നാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു മസാല അവിടെ വരുന്നത് എന്താ വെച്ചാൽ, നമ്മളെ പള്ളിയിൽ കുറച്ച് ആളുള്ളൂ, കുറേ ആളുകൾ ഉള്ള ഒരു പള്ളിയാണെങ്കിൽ അവിടെ ആ നിസ്കാരമല്ല അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം.
അല്ലേ? ഒരു പള്ളിയിൽ കുറച്ച് ആൾ നിസ്കരിക്കണുള്ളൂ, അപ്പുറത്തൊരു പള്ളിയുണ്ട്, അവിടെ കുറേ ആൾ നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ആ നിസ്കാരമല്ല അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം, അല്ലേ? യേശ്, അപ്പോൾ ഇവിടെ നിസ്കരിക്കുകയാണോ ഉത്തമം, അതല്ല കൂടുതൽ ആളുള്ളടുത്ത് പോയിട്ട് നിസ്കരിക്കാൻ നല്ലത്? അടുത്ത പള്ളി എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് ഏറ്റവും താരതമ്യേന ഇഷ്ടം കുറവല്ലേ? കൂടുതലാളുള്ള പള്ളിയല്ലേ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടകരം. അത് പണ്ഡിതന്മാർ അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ജമായത്തിന് ആൾ കൂടുന്നത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണ്, മനസ്സിലല്ലേ? അപ്പോൾ ജമായത്തിന് ആൾ കൂടുതലുള്ളത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണ് എന്ന നിലക്ക് നമ്മൾ അടുത്തുള്ള പള്ളിയെ ഒഴിവാക്കിയിട്ട് അടുത്ത പള്ളിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വിഷമതകൾ, മനസ്സിലായി? ഇവിടെ ജമായത്ത് നടന്നോളുന്നില്ല, മനസ്സിലായില്ലേ? പിന്നെ ഈ സുന്നത്തിനോടും പുണ്യത്തിനോടൊക്കെ പൂതിയുള്ള ആളുകളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പള്ളി എത്തിയുമായി, മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ ആളുണ്ടാവില്ല. പിന്നെ ചിലപ്പോൾ ഇവിടെ വാങ്ങ് കൊടുക്കാനും ഇക്കാമത്ത് കൊടുക്കാനും ആളുണ്ടാവില്ല, മനസ്സിലായി? അപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടാകും ഈ ഒരു പോക്ക് കാരണത്താൽ. അത് കാരണത്താൽ തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അടുത്തുള്ള പള്ളിയിൽ തന്നെയാണ് നിസ്കരിക്കേണ്ടത്. പള്ളി എത്തിമാകാൻ പാടുള്ളതല്ല, പള്ളി ഈ ആത്മീയമായിട്ട് തകരാൻ പാടുള്ളതല്ല. അതുകൊണ്ട് അടുത്ത പള്ളി തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഒരു പ്രശ്നമില്ല എങ്കിൽ ഒരാൾ എന്ത് വിചാരിക്കണം, കൂടുതൽ പിന്നെ ആളുകളുടെ പള്ളിയിൽ ഈ ഒരു വിഷമങ്ങളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലായില്ലേ, അതിൽ പ്രശ്നമല്ല. അങ്ങനെയാണ് എങ്കിൽ അയാൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും. ഇങ്ങനെ ഒരു വിഷമങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥിതി വിശേഷമാണെങ്കിൽ ഹറമിലൊക്കെ പോകുമ്പോൾ മനസ്സിലായി, ഹറമിലൊക്കെ പോകുമ്പോൾ ഹറമിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് നിസ്കരിച്ചാലും 1,00,000 നമസ്കരിച്ച കൂലി കിട്ടുമെന്ന് പറയണ്ടല്ലോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഏറ്റവും കൂടുതൽ ജമാഅത്തിലോട്ട് പോയിട്ട് നിസ്കരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ മസ്ജിദുൽ ഹറാമിൽ പോയിട്ട് നിസ്കരിക്കുമ്പോൾ കഅബയുടെ അടുത്ത് പോയിട്ട് നിസ്കരിക്കുമെന്നുണ്ട്. അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ളതാണ്. ചില ആളുകൾ എന്ത് ചെയ്യും, ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ചെറിയ പള്ളികളുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിസ്കരിക്കും. അവിടെ നിസ്കരിക്കാം, അതിൽ ഇഷ്കാലില്ല. പക്ഷേ കഅബയ്ക്ക് ചുറ്റുമുള്ള ആ പള്ളിയിലുള്ള നിസ്കാരം അതാണ് ഏറ്റവും മഹത്തരം. കാരണം എന്താ, ആൾ കൂടുന്നതിനനുസരിച്ച് അള്ളാഹ്ക്ക് എന്ത് ചെയ്യും, അള്ളാഹ്ക്ക് ആ ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തിനോട് ഏറ്റവും ഇഷ്ടകരമാണ്. طيب صلاة الرجل مع الرجل أزكى من صلاته وحده وصلاته مع الرجلين أزكى من صلاته مع الرجل وما كان أكثر فهو أحب إلى الله عز وجل. അപ്പോൾ ആളുകൾ കൂടുതൽ ആവണം ജമാഅത്ത് നിസ്കാരത്തിന്, അത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ് എന്നുള്ളതും നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും. ഖിറാഅത്തിൻ്റെ വിഷയത്തിൽ ഒന്നാമത് ഖിറാഅത്ത് നല്ല ആളുകൾ തന്നെയാണ് എല്ലായിടത്തും ഇമാമ് നിൽക്കേണ്ടത്. അഖ്റഅക്കും ലികിതാബില്ല, മനസ്സിലായില്ലേ? ഈ പ്രശ്നം ഉണ്ടല്ലോ, ഇപ്പോൾ ഈ പറയപ്പെട്ട പ്രശ്നം നമ്മളുടെ അടുത്തുള്ള പള്ളികളെ സംബന്ധിച്ചിടത്തോളം ആ പള്ളികൾ ആത്മീയമായി തകരുന്നതന്നെ പറയാം. കാരണം എന്താ, അത് ആളുകളില്ലാത്ത ഒരവസ്ഥ വരില്ല, ശൂന്യമാവും. അവിടെ നിസ്കാരം പ്രയാസകരം. അങ്ങനത്തെ അവസ്ഥ ഉണ്ടെങ്കിൽ പോകാൻ പാടുള്ളതല്ല. പിന്നെ ചില ആളുകൾ ഇന്ന് നല്ല ഓത്ത് നോക്കിയിട്ടല്ല വിദൂര പള്ളികളിലേക്ക് പോകുന്നത്, വേറെ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ഇതിന് വിദൂരമായിട്ടുള്ള പള്ളികളിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് തറാവീഹ് നമസ്കാരത്തിനൊക്കെ ഖിയാമിനൊക്കെ. പള്ളികൾ പരിപാലിക്കപ്പെടേണ്ടത് അടുത്ത പള്ളിയായാലും അകന്ന പള്ളിയായാലും, മനസ്സിലായി? അകന്ന പള്ളിയെ നോക്കിയിട്ട് അടുത്ത പള്ളിയെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മേലൊരു ഉത്തരവാദിത്വം കൂടി ഏറെ വരുന്നുണ്ട്. ഇനി ഉമ്മു വറഖന്റെ ഹദീസ്. وعن أم ورقة رضي الله تعالى عنها أن النبي صلى الله عليه وسلم أمرها أن تؤم أهل دارها. أن النبي صلى الله عليه وسلم أمرها أن تؤم أهل دارها. അതല്ലേ ഹദീസ്? ഇമാം അബൂ ദാവൂദിൻ്റെ ഹദീസല്ലേ? ഇബ്നു ഖുസൈമ സഹിയാക്കിയ റവാഹു അബൂ ദാവൂദ് വസഹഹഹു ഇബ്നു ഖുസൈമത. ഈ ഹദീസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. അൻ ഉമ്മി വറഖ, ഉമ്മു വറഖയിൽ നിന്ന് നിവേദനം. അറിയും ഉമ്മു വറഖ? ആർക്കാ ഇവരെ കുറിച്ച് അറിയാം? ഉമ്മു വറഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ ഉമ്മു വറഖ എന്നുള്ള പേര് കൊണ്ടാണ് അവർ പ്രസിദ്ധിയായത്. ഉമ്മു വറഖ ഇബ്നു അബ്ദുള്ള ഇബ്നുൽ ഹാരിസ് അൽ അൻസാരി, അവർ അൻസാരിയത്തായ മഹദിയാണ് ഉമ്മു വറഖ. അവർക്കൊരു ലഖബുണ്ട്, സ്ഥാനപ്പേര്, അത് അഷഹീദ എന്നാണ്. ഉമ്മു വറഖ അഷഹീദ. ആ പേര് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ലഭിച്ച പേരാണ്, ഈ സ്ഥാനപ്പേര് ഷഹീദ എന്നുള്ളത്. വളരെ ഒരു മഹത്തായ ചരിത്രമാണ് ഈ ഉമ്മു വറഖയുടെ ചരിത്രം.
മനസ്സിലായി. അവർക്ക് പിന്നെ ഇവർ അൻസാരി സ്ത്രീയാണ്. ഷഹീദ എന്ന് പേര് കിട്ടാൻ കാരണം ഈ ഉമ്മു വറക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രവാചകരെ ഞാനും നിങ്ങളുടെ കൂടെ ബദറിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞു. ബദറിലേക്ക് ഞാനും വരികയാണെന്ന് പറഞ്ഞു. അവരെന്നോട് ഇത് പറഞ്ഞു, ബദറിൽ ഞാൻ വരാം. പിന്നെ അവരുടെ ചില ലക്ഷ്യങ്ങൾ പറഞ്ഞു. അവർക്ക് ഷഹീദാകാനുള്ള പൂതിയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖർരി ഫി ബൈതിക്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒതുങ്ങി കൂടിക്കോളി, നിങ്ങൾക്ക് ഷഹാദത്ത് ലഭിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ ഷഹീദയാണെന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒതുങ്ങിക്കൂടുക, നിങ്ങൾ ഷഹീദത്താണ് എന്ന് അവരോട് പറഞ്ഞു. മനസ്സിലായോ? അങ്ങനെ അപ്പോൾ ഉമ്മറൊക്കെ പോയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ അടുക്കൽ വലിയ സ്ഥാനമായിരുന്നു ഉമ്മറക്ക. വിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയ സ്ത്രീയാണ് ആര്? ഉമ്മറക്ക. ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയ മഹദി എന്ന് ഉല്ലേഖനം ചെയ്യപ്പെട്ടത് ഇവരുടെ വിഷയത്തിൽ മാത്രമാണ്. സംഭവം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷയെപ്പോലുള്ള മഹദികളുണ്ട്, ബിലാ ശക്ക് അവർ ഖുർആൻ മനഃപ്പാടാക്കിയിട്ടുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ അവർ 10,000-ലേറെ കവിതകൾ മനഃപ്പാടുള്ള മഹദിയായിരുന്നു ആര്? ആയിഷ റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ അവരൊക്കെ ഖുർആൻ മനഃപ്പാടാക്കുന്നുള്ളതിൽ എന്തില്ല, അതിൽ ഇഷ്കാലൊന്നുമില്ല. അവർ ഖുർആൻ മനഃപ്പാടുണ്ട്. പക്ഷേ ഖുർആൻ മുഴുവൻ മനഃപ്പാടമാക്കിയ ആണുങ്ങൾ എണ്ണുമ്പോൾ സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് പ്രത്യേകം എണ്ണുന്ന ആളാണ് ആര്? ഉമ്മു വറക്ക ഷഹീദ. ഇവർ അവരോട് റസൂലുള്ളാഹി നിങ്ങൾ വീട്ടിലിരുന്നോളി, നിങ്ങൾ ഷഹീദയാണെന്ന് പറഞ്ഞു. മനസ്സിലായ? ഇവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സ്ഥാനമുള്ളത് കൊണ്ട് റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ഉന്നയിക്കാൻ ഇവരെ ഏൽപ്പിക്കുക, ഉമ്മു വറക്ക. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പിന്നെ റസൂലെ പുരുഷന്മാരൊക്കെ ജിഹാദിന് കൊണ്ട് ഞങ്ങളും ജിഹാദ് ചെയ്യട്ടെ, ഇത് സ്ത്രീകളുടെ എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. ഇത് പറയാൻ ഏൽപ്പിച്ചത് ആരെയാണ്? ഈ ഉമ്മു വറക്കയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ജിഹാദ് ഉണ്ട്, പക്ഷേ അതിൽ സായുധ പോരാട്ടമല്ല, ജിഹാദല്ല, പിന്നെ നിങ്ങൾക്കുള്ള ജിഹാദ് ഹജ്ജും ഉംറയാണെന്നൊക്കെ പറഞ്ഞത് ഈ മഹദിനോടാണ്. മനസ്സിലായത്? ഈ ഉമ്മു വറക്ക അവരോട് റസൂലുള്ളാഹി പറഞ്ഞത് നിങ്ങൾ ഷഹീദയാണെന്ന്. അവരെങ്ങനെയാണ് ഷഹീദയായത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പേ പറഞ്ഞാണ്, പക്ഷേ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഅ്ജിസത്ത്. പിന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ ഇവർ റസൂലുള്ളാഹിൻ്റെ വിയോഗശേഷവും ജീവിച്ചു, അബൂബക്കർ ഉമർ ഇവരുടെയൊക്കെ കാലത്ത് ജീവിച്ചു. ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ പിന്നെ ഈ മഹദിയുടെ പ്രത്യേകത അവർ രാത്രി നിസ്കരിക്കും, ഖുർആൻ ഓതിയിട്ട് രാത്രി നിസ്കരിക്കും. ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രജകളുടെ അവസ്ഥകൾ അന്വേഷിച്ചിട്ടുള്ള ആ രാത്രിയിലുള്ള നടത്തത്തിൽ ഇവർ ഓത്ത് കേൾക്കുമായിരുന്നു അവരുടെ വീട്ടിൽ നിന്നാണ്. ഒരു ദിവസം അവർ ഓത്ത് കേൾക്കണില്ല. അപ്പോൾ ഉമർ പറഞ്ഞു, പിന്നെ എൻ്റെ ഖാലത്ത്, അങ്ങനെയാണ് പറയുക, ഖാലത്ത്, ഞാൻ എന്തുകൊണ്ടാണ് ഇവരുടെ ഓത്ത് ഉമ്മ വറക്കയുടെ ഓത്ത് ഇന്നലെ രാത്രി കേൾക്കാതിരുന്നത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇവരെ ഉമർ അന്വേഷിച്ച് ഉമ്മ വറക്കയെ അന്വേഷിച്ച് പോകുമ്പോൾ വീട്ടിലുണ്ട് പിന്നെ വസ്ത്രം മുറുക്കിയിട്ട് കൊന്നിട്ടിന്, ഇവരെ വധിച്ച് ഇട്ടിരിക്കുകയാണ്, വസ്ത്രം മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊന്നിരിക്കുകയാണ് അവരെ. അതിന് ഉമർ റളിയല്ലാഹു തആല അൻഹു ആകെ സ്തബ്ധചിത്തനായി. അങ്ങനെ ഉമർ അന്വേഷിച്ച് ഇവരുടെ പരിസര കാര്യങ്ങൾ. അപ്പോൾ ഈ മഹദിക്ക് ഒരടിമയും ഉണ്ടായിരുന്നു, ഒരടിമ പെണ്ണും ഉണ്ടായിരുന്നു, ഒരു ഗുലാമും ഉണ്ടായിരുന്നു, ഒരു ജാരിയത്തും ഉണ്ടായിരുന്നു, ആണും പെണ്ണും അടിമകൾ ഉണ്ടായിരുന്നു. ഉമ്മു വറക്ക എന്ത് ചെയ്ത്, ഈ ഉമ്മു വറക്ക ഈ ഗുലാമിനോടും ജാരിയത്തിനോടും പറഞ്ഞ് എൻ്റെ മരണശേഷം നിങ്ങൾ സ്വതന്ത്രരായിരിക്കും, എൻ്റെ മരണശേഷം നിങ്ങൾ സ്വതന്ത്രരായിരിക്കും. തദ്ബീർ എന്നാണ് ഫിഖ്ഹിൽ അതിന് പറയാം. തദ്ബീർ, മസ്അലത്തു തദ്ബീർ എന്ന് പറയും. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കിതാബു തദ്ബീർ എന്നൊരു അധ്യായം തന്നെ കാണാൻ സാധിക്കും. തദ്ബീർ എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം സയ്യിദ് മരിക്കുന്നതോടുകൂടി അടിമകൾ എന്താണ്, സ്വതന്ത്രരാകണം, ആ മസലാണ്. അപ്പോൾ ഉമ്മു വറക്ക ഇവരോട് പറഞ്ഞിരുന്നു, ഈ ഗുലാമിനോടും ജാരിയത്തിനോടും ഞാൻ മരിക്കണോടുകൂടി നിങ്ങൾ സ്വതന്ത്രരായിരിക്കും പറഞ്ഞു. മനസ്സിലല്ലേ? അപ്പോൾ ഈ ചെങ്ങായിമാരെന്ത് ചെയ്ത്, ഈ ഗുലാമും ജാരിയത്തും അന്ന് രാത്രി തന്നെ ഈ മഹദിനെ കൊന്ന്. എന്തിന്? അവർക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട്. സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ കൊന്ന് അവർ ഓടിപ്പോയി. ഉമർ റളിയല്ലാഹു തആല അവരെ അന്വേഷിക്കാൻ പറഞ്ഞു. ഈ ഗുലാമിനും ജാരിയത്തിനും എവിടെ കണ്ടാലും പിടിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. അങ്ങനെ പിടിച്ചുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതാണ് കേസ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഞങ്ങൾ അവരെ കൊന്നാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അവരെ പ്രതിക്രിയയിൽ കൊല്ലാൻ പറഞ്ഞു, അവരെ ക്രൂശിക്കാൻ പറഞ്ഞു മദീനയിൽ. ഈ ഗുലാമിനും ജാരിയത്തിനും മദീനയിൽ സൽബ് ചെയ്യാൻ പറഞ്ഞു, ക്രൂശിക്കാൻ പറഞ്ഞു. മനസ്സിലായി? അതാണ് ഉമ്മു വറക്കയുടെ ചരിത്രത്തിലെ ഒരു ഭാഗം. കുറേ വിഷയങ്ങൾ അവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഏറെ ഹൃദ്യമായിരുന്നു ഈ മഹദി. മനസ്സിലായി? കാരണം അവരുടെ ഖുർആൻ ഓത്തും അതേപോലെ ഖുർആൻ മനപ്പാടവും ഇതൊക്കെ ഒരു വിഷയമാണ്.
ഉമർ തന്നെയും ഉമർ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിത്വം അള്ളാഹിനോട് ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഷഹാദത ഫീ സബീലിക്, അള്ളാഹുവേ നിൻ്റെ മാർഗത്തിൽ ഞാൻ രക്തസാക്ഷിത്വം തേടുന്നു. അതേപോലെ തന്നെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മരണം നീ അള്ളാഹിൻ്റെ റസൂലിൻ്റെ നാട്ടിലാക്കണം. ഉമർ പ്രാർത്ഥിക്കാറുണ്ട്, എനിക്ക് എന്ത് വേണം? രക്തസാക്ഷിത്വം വേണം, ഷഹാദത്ത് വേണം. പിന്നെ മരണം എവിടെയാകും വേണം? അള്ളാഹിൻ്റെ റസൂലിൻ്റെ നാട്ടിലാകും വേണം. വജാൽ മൗതത്തി ഫി മദീനത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ മദീനയിൽ എൻ്റെ മരണമാക്കണം, നീ എനിക്ക് ഷഹാദത്തും തരണം എന്ന് ഉമർ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഉമർ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും ഉമറിനോട്, നിങ്ങൾ ശത്രുക്കളെ മദീനത്തേക്ക് വിളിച്ചു കൊണ്ടുവരാ? മദീനത്ത് നിന്ന് ഷഹീദാണെങ്കിൽ എന്ത് വേണം? മദീനത്തൊരു യുദ്ധം നടക്കണം. അപ്പോൾ അതിനെന്ത് വേണം? മദീനത്തേക്ക് ശത്രുക്കൾ വരണം. പറഞ്ഞാൽ മനസ്സിലാണില്ല എനിക്ക്. ഉമർ ചോദിക്കുന്നത് അള്ളാഹിനോട് ഷഹാദത്താണ്, രക്തസാക്ഷിത്താണ്, മദീനയിൽ മരിക്കണം എന്നും ആണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആളുകൾ ചോദിക്കും, അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ ശത്രുക്കളെ മദീനത്തേക്ക് വിളിച്ചുകൊണ്ടാ അള്ളാഹിൻ്റെ റസൂലിൻ്റെ നാട്ടിൽ ഇവിടെ യുദ്ധത്തിന് നിങ്ങളിവിടെ ഷഹീദാകാൻ? അപ്പോഴൊക്കെ ഉമർ മൗനം പാലിക്കും. ഉമർ ഷഹാദത്ത് ചോദിക്കാൻ കാരണം ഈ മഹദിയാണ്. റസൂൽ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കോളി, നിങ്ങളാരാണ്? നിങ്ങൾ ഷഹീദയാണ്, നിങ്ങൾ വീട്ടിൽ തന്നെ കൂടിക്കോളി, നിങ്ങളാരാണ്? ഷഹീദയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മദീനയിൽ പാർക്കുന്ന ഒരാൾക്കും എന്ത് കിട്ടും? ശത്രുവിനോടുള്ള യുദ്ധമല്ലാതെ തന്നെ ഷഹാദത്ത് കിട്ടും. ആ ഷഹാദത്താണ് ആര് ചോദിക്കണത്? ഉമർ ചോദിക്കണം. അത് ഉമർ കൊല്ലപ്പെട്ടപ്പോഴാണ് എല്ലാവർക്കും ബോധ്യപ്പെട്ടത്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അബൂ ലുഅ്ലു അൽ മജൂസി വധിച്ചപ്പോഴാണ് എല്ലാവർക്കും ബോധ്യപ്പെട്ടത് ഉമർ തേടിയ ഷഹാദത്ത് എന്താണ്? ശത്രുവിനോടുള്ളൊരു യുദ്ധത്തിലൂടെയുള്ള ഷഹാദത്തല്ല, പിന്നെയോ ഈ ഉമ്മു വറക്ക ഷഹീദായതുപോലുള്ള ഷഹാദത്താണ് എന്ന് മനസ്സിലാക്കുന്നത്. അലാ കുല്ലിൻ ഉമ്മു വറക്ക അബ്ദുള്ള ഇബ്നുൽ ഹാരിസ്, ഉമ്മു വറക്ക ബിൻത് അബ്ദുള്ള ഇബ്നുൽ ഹാരിസ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു വലിയ ഒരു ശ്രേഷ്ഠതയുള്ള മഹദിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സന്ദർശിക്കാറുണ്ടായിരുന്നു. അവരോട് അവരുടെ ആവശ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിക്കുന്നത് പിന്നെ നിസ്കാരത്തിനെക്കുറിച്ച്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അവർക്കൊരു ഭാഗ്യം നിശ്ചയിച്ചു കൊടുത്തു എന്നാണ്. ബാങ്ക് വിളിക്കാനൊരു ഭാഗ്യം നിശ്ചയിച്ചു കൊടുത്തു. എന്നിട്ട് അങ്ങനെ അവർക്ക് അവരുടെ വീട്ടിൽ നിസ്കരിക്കാനുള്ള ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ അതിന് ഇമാമായിട്ട് അവരെ നിശ്ചയിച്ചു. അതാണ് വൻ ഉമ്മി വറഖത റളിയല്ലാഹു തആല അൻഹു, ഉമ്മു വറഖയിൽ നിവേദനം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമറഹ അവരോട് കൽപ്പിച്ചു, അൻത ഉമ്മ അഹ്ലദാരിഹ, അൻത അവർ ഇമാമത്ത് നിൽക്കുവാൻ, അഹ്ലദാരിഹ അവരുടെ വീട്ടുകാർക്ക്, അഹ്ലദാരിഹ എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലെ മെമ്പർമാർക്ക്, വീട്ടിലുള്ളവർക്ക്. അപ്പോൾ വീട്ടിലുള്ള മെമ്പർമാർക്ക് ഇമാമത്ത് നിൽക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു വറഖ റളിയല്ലാഹു തആല അൻഹയോട് കൽപ്പിച്ചിരുന്നു. ഉമ്മു വറഖ ബിൻത് അബ്ദുള്ള ഇബ്നുൽ ഹാരിസ് അൽ അൻസാരിയ അഷ്ഷഹീദ റളിയല്ലാഹു തആല അൻഹ. ഖലാസ്. അപ്പോൾ അവർ ആണുങ്ങൾക്കും ഇമാമെന്നോ? ആ പേരിൽ ആണുങ്ങളും ഇല്ലേ? അപ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ആ ആണുങ്ങളുടെ നമസ്കാരം എവിടെയാണ്? പെരയല്ല, പള്ളിയാണ്. അപ്പോൾ അവിടെ ആരേ ഉണ്ടാവുള്ളൂ? സ്ത്രീകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്ത്രീകൾക്കാണ് ഉമ്മു വറഖയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം നമസ്കരിക്കുവാൻ കൽപ്പിച്ചത്. പിന്നെ ഉമറിൻ്റെ ഈ ഉമ്മു വറഖയുടെ ചരിത്രം വായിക്കുമ്പോൾ അതിലുള്ള അത്ഭുതം, ഉമർ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പിന്നെ പ്രജകളുടെ ആവശ്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോൾ കുറച്ച് സമയം എന്ത് ചെയ്യുന്നതാണ്, ഇവരുടെ വീടിൻ്റെ ചെരുവിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അവർ റഹ്മക്കല്ലാഹ് പിന്നെ നിസ്കരിക്കും, ഓത്ത് കേൾക്കും, അവരുടെ നിസ്കാരത്തിൻ്റെ ഓത്ത് കേൾക്കും. എന്നിട്ടാണ് ഉമർ കേട്ടിട്ടാ പോവുക. ഒരു ദിവസം ഓത്ത് കേൾക്കണില്ല എന്നാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, എന്താണ് ഓത്ത് കേൾക്കാത്തത്? എന്നിട്ട് പിറ്റേന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇങ്ങനെ വധിക്കപ്പെട്ടതായിട്ട് കാണുന്നത് റളിയല്ലാഹു തആല അൻഹു. മനസ്സിലായോ? അടിമത്ത് ഇസ്ലാമിൽ നിരോധിച്ചിട്ടില്ല. ഇസ്ലാമിൽ അടിമത്തുണ്ട്. കാരണം അടിമത്തം നിരോധിക്കുന്ന ഒരു വിഷയമല്ല. കാരണം അതിവിടെ നിലനിൽക്കുന്ന ഒരു പിന്നെ എന്താണ് പ്രക്രിയയാണ്. അടിമത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിരോധിക്കാൻ പറ്റില്ലായിരിക്കും. അത് ശാസ്ത്രീയമല്ല. അല്ലാണ്ട് ദീനിലോട്ട് നിരോധിക്കാൻ പറ്റില്ല. ഏത് ഇവരെ അടിമല്ലല്ലെങ്കിലും ഇവരെ അൻസാരി മഹദിയല്ലേ? ഇവരെ അടിമ സ്ത്രീയല്ല, ഇവർക്ക് അടിമകൾ ഉണ്ടായിരുന്നു എന്നാണ്.
ഇവർക്ക് ഒരു ഗുലാമുണ്ടായിരുന്നു ജാരിയത്ത്. അടിമത്തെ നിരോധിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, അടിമകൾ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ബന്ദികളാണ്. ആ ബന്ദികൾ ഒന്നുകിൽ നമുക്ക് മോചിപ്പിക്കാം, അല്ലെങ്കിൽ അവരിൽ നിന്ന് പിന്നെ അവരിൽ നിന്ന് പ്രായശ്ചിത്തം വാങ്ങിയിട്ട് അവരെ മോചിപ്പിക്കാം. അതില്ല, ചില അടിമകൾ ഇനി വധിക്കപ്പെടേണ്ട സ്ഥിതിവിശേഷത്തിലാണുള്ളതെങ്കിൽ അവരെ വധിക്കാം. അതില്ല, ചില അടിമകളെ ഇനിയും മോചിപ്പിക്കണില്ല, അവരെ സേവകരായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ ഉപയോഗപ്പെടുത്താം. അടിമകൾ ഇവിടെ എന്ത് ചെയ്യും, ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിലവിലുണ്ടാകേണ്ട സംഗതിയാണ്. അപ്പോൾ അത് നിരോധിക്കുക എന്നുള്ളതില്ല, നിരോധിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇസ്ലാമിൽ എന്തുണ്ട്, അടിമക്ക് വരാൻ ഒരു വഴിയാണ്, അതെന്താണ്, യുദ്ധമാണ്. പക്ഷേ അടിമക്ക് പുറത്തു പോകാൻ കുറേ വഴികൾ ഇസ്ലാമിലുണ്ട്. അത് ഇസ്ലാമിൻ്റെ സവിശേഷതയാണ്. മറ്റു ധർമ്മങ്ങളിലോ ഇസങ്ങളിലോ മതങ്ങളിലോ ഒന്നും ഇല്ലാത്തതാണത്. ഇസ്ലാമിൽ അടിമക്ക് വരാൻ ഒരു വഴിയാണുള്ളത്, യുദ്ധം. പക്ഷേ അടിമ ഇസ്ലാമിൽ വന്നിട്ടുണ്ടെങ്കിൽ പുറത്തു പോകാൻ കുറേ വഴികളുമാണ്. പുറത്ത് പോക്കാനുള്ള കുറേ പുണ്യങ്ങളും മാർഗ്ഗങ്ങളാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഒരടിമനെ വെച്ചുകൊണ്ടിരിക്കരുത്, അതിനെങ്ങനെയും മോചിപ്പിക്കണം എന്ന രീതിയിലേക്കാണ് അവസ്ഥകൾ വന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ അവസാനം 3 തവണ ആവർത്തിച്ച് വസിയത്ത് ചെയ്തത് അടിമകളുടെ വിഷയത്തിലാണ്. അടിമകളുടെ വിഷയത്തിൽ വസിയത്ത് 3 തവണ പറഞ്ഞിട്ടാണ് ആര് മരിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ അടിമകളെ നിലനിർത്തുക എന്നുള്ളത് ഇല്ല, മോചിപ്പിച്ച് വിടുക തന്നെയാണ് വേണ്ടത്. പക്ഷേ ഒരാൾ അടിമകളെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തുണ്ട്, അതിനോടുള്ള പെരുമാറ്റം മാന്യമാക്കണം, അവർക്ക് താങ്ങാനാകാത്ത കൽപ്പിക്കാൻ പാടുള്ളതല്ല തുടങ്ങിയ വിഷയങ്ങളുണ്ട്. അത് അനുവദനീയമാണ്, അനുവദനീയം. ഖലാസ്. വാൻ ഉമ്മി വറഖത അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അമറഹ അൻ തഉമ്മ അഹ്ല ദാരിഹ റവാഹു അബൂ ദാവൂദ് വസഹഹഹു ഇബ്നു ഖുസൈമ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് കുറേ അടിമകളുണ്ടായിരുന്നു. കാരണം യുദ്ധം നടക്കുന്ന കാലല്ലേ, അപ്പോൾ അടിമകൾ വരും. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്യും, ഒരടിമ നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ ഉടനെ മോചിപ്പിക്കും. കണ്ട ഉടനെ അടിമനെ മോചിപ്പിക്കും. അപ്പോൾ ചിലർ എന്നിട്ട് ഇബ്നു ഉമറിനോട് പറയാണ്, ഇബ്നു ഉമർ നിങ്ങൾ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ നിസ്കരിക്കണത്, മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ പറയും മൻ ഖദഅന ഫില്ലാ ഇൻ ഖദഅന ലഹു. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ വല്ലവരും നമ്മളെ പറ്റിക്കുകയാണെങ്കിൽ അവന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അവൻ്റെ വഞ്ചനയിൽ നമ്മൾ വീഴുകയാണ്. മാഫി മുഷ്കിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇബ്നു ഉമർ മോചിപ്പിക്കാറുണ്ടെന്നാണ്. അത് കാരണം എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, അടിമകളുടെ വിഷയത്തിൽ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി അടുത്ത് അനസിൻ്റെ ഹദീസല്ലേ. അൻ അനസിൻ റളിയല്ലാഹു തആല അൻഹു റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഖ്ലഫ ഇബ്ന ഉമ്മി മക്തൂമിൻ യഉമ്മു الناس وهو أعمى ഇസ്തഖ്ലഫ ഇബ്ന ഉമ്മി മക്തൂം. അനസിൽ നിന്ന് നിവേദനം, അനസ് ഇബ്നു മാലിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തഖ്ലഫ ഇബ്ന ഉമ്മി മക്തൂം ഇബ്നു ഉമ്മി മക്തൂമിനെ റസൂലുള്ളാഹ് ഇസ്തഖ്ലഫ എന്ന തൻ്റെ പിൻഗാമിയാക്കി നിശ്ചയിച്ചു. ഇസ്തഖ്ലഫ പിൻഗാമിയായിട്ട് നിശ്ചയിച്ചു. എങ്ങനെ പിൻഗാമി നിശ്ചയിച്ചു? യഉമ്മുന്നാസ് ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുവാൻ, വഹുവ അഅമ അദ്ദേഹം ബ്ലൈൻഡ് ആയിരിക്കുക, അന്ധനായിരിക്കുക. അപ്പോൾ അന്ധനായിരിക്കെ ജനങ്ങൾക്ക് നമസ്കാരത്തിന് നേതൃത്വം നൽകുവാൻ ഇബ്നു ഉമ്മി മക്തൂമിനെ റസൂലുള്ളാഹ് തൻ്റെ പിൻഗാമിയായിട്ട് ഹദീസ് റവാഹു അഹ്മദ് വ അബൂ ദാവൂദ് വലി ഇബ്നു ഹിബ്ബാൻ അൻ ആയിഷത നഹ്വഹു. അങ്ങനല്ലേ, വനഹ്വഹു അൻ ഇബ്നു ഹിബ്ബാൻ ലി ആയിഷത എന്നോ അൻ ആയിഷത. എന്താ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്? അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഖ്ലഫ ഇബ്നു ഉമ്മി മക്തൂം. ആരാ ഇബ്നു ഉമ്മി മക്തൂം? അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം, അന്ധനായ സഹാബി. നമുക്ക് വന്നതാണ് ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തിൻ്റെ ആ വിധി പറയാൻ വേണ്ടിയിട്ട് ഹദീസ് വന്നിട്ട്. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂമിനെ റസൂലുള്ളാഹ് പിൻഗാമിയായി നിശ്ചയിച്ചു. യഉമ്മുന്നാസ് ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുവാൻ, വഹുവ അഅമ അദ്ദേഹം അന്ധനായിരിക്കെ. എന്തിനാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഈ ഹദീസ് കൊണ്ടുവന്നത്? ബ്ലൈൻഡായവർക്ക് എന്ത് ചെയ്യാം? ഇമാമത്ത് നിൽക്കാം. ബ്ലൈൻഡായവർക്ക് ഇമാമത്ത് നിൽക്കാം. ബ്ലൈൻഡായവർക്ക്, അന്ധരായവർക്ക് ഇമാമത്ത് നിൽക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളൊരു മസലുണ്ട് ഫുഖഹാക്കൾക്കിടയിൽ. ചിലർ പറഞ്ഞത് ബ്ലൈൻഡായവർ അതിന് യോഗ്യരല്ല എന്നാണ്, ഇമാമത്തിന് യോഗ്യരല്ല.
അവരുടെ ഇമാമത്ത് സാധുവാവില്ല. കാരണം അവരുടെ ശരീരത്തിൽ നജസ മറ്റുണ്ടെങ്കിൽ അവർക്ക് കാണാനറിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട്. അത് കാണേണ്ടതായ കുറേ വിഷയങ്ങളുണ്ട്, അത് കാണാൻ കഴിയാത്തതുകൊണ്ട് അവരുടെ നിസ്കാരം സാധുവാവില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ശരിയല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു ഉമ്മു മക്തൂമിനെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇമാമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. മാത്രമല്ല കണ്ണ് കാണുന്നവർക്ക് ഇല്ലാത്ത ചില പ്രത്യേകതകളാണ് ആർക്കുള്ളത്, കണ്ണ് കാണാത്തവർക്കുള്ളത്. പിന്നെ സഹാബത്തിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് പണ്ഡിത ലോകത്ത് അതിന് കുറേ സാക്ഷ്യങ്ങളാണ്. പിന്നെ നജസിൻ്റെ ഒക്കെ പ്രശ്നം പറയുമ്പോൾ കണ്ണ് കാണുന്നവർക്കില്ലേ, അങ്ങനെ നജസിൻ്റെ ഒക്കെ വിഷയം വരുന്നില്ലേ. മസ്ജിദുൻ നബവി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ല ജിഹാദിനെ മറ്റൊക്കെ പോകുമ്പോൾ, യുദ്ധത്തിനെ മറ്റോ മദീന വിട്ടു പോകുമ്പോൾ 13 തവണ ചില റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ചിട്ടുണ്ടെങ്കിൽ 13 തവണ ഇബ്നു ഉമ്മു മക്തൂമിനെ റസൂലുള്ളാഹി പ്രതിനിധിയായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് മദീനയിൽ. 13 തവണ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയിലായിരിക്കും. അപ്പോൾ പിന്നെ അദ്ദേഹമാണ് ഇമാമത്ത് നിൽക്കുക. ഇമാമത്ത് നിൽക്കുമ്പോൾ ഇമാമിൻ്റെ ജോലിയും ഇമാമിൻ്റെ മറ്റു ബാധ്യതകളൊക്കെ അദ്ദേഹം നിർവഹിക്കും. ഹദീസ് സഹിഹാണ്. അത് ഇമാം അഹ്മദും റവാഹു അഹ്മദ് വ അബൂ ദാവൂദ്. വലി ഇബ്നു ഹിബ്ബാൻ അൻ ആയിഷ മിസ്ലഹു, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന്, ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഇബ്നു ഹിബ്ബാനും ഇതുപോലെ തന്നെയുണ്ട് ഒരു ഹദീസ് ഉണ്ട്. ഖലാസ്. അടുത്ത ഹദീസ് അബീ ഹുറൈറ ഉണ്ടല്ലേ, ഇബ്നു ഉമറാണ്. طيب عن ابن عمر رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم صلوا من قال لا إله إلا الله وصلوا خلف من قال لا إله إلا الله. رواه دارقطني بسند ضعيف. ألا صلوا على من قال على ضروري. أنا അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സല്ലു നിങ്ങൾ നമസ്കരിക്കുക, അലാമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ എന്താ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിച്ചവന് നിങ്ങൾ എന്ത് ചെയ്യുക, ജനാസ നിസ്കരിക്കുക. അതാണ് സല്ലു അലാമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ്റെ മേൽ നിങ്ങൾ നമസ്കരിക്കുക, അയാളുടെ ജനാസ നിസ്കരിക്കുക എന്നർത്ഥം. വസല്ലു ഖൽഫ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, വസല്ലു നിങ്ങൾ നമസ്കരിക്കുക, ഖൽഫ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ്റെ പിന്നിൽ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണ് ഇമാമ് എങ്കിൽ അയാളെ പിന്നെ നിങ്ങൾ നിസ്കരിച്ചോളി, അയാൾ ഇനി പുണ്യാളനാണെങ്കിലും പാപിയാണെങ്കിലും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിച്ചവൻ അവൻ്റെ പേരിൽ നിങ്ങൾ നിസ്കരിച്ചോളി. അതാണ് ഹദീസ് അറിയിക്കുന്നത്. പക്ഷേ ഇമാം ദാറഖുത്നിയാണ് സുനനിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. റവാഹു ദാറഖുത്നി വഹുവ ബിസനദിൻ ദഈഫ്. ഹദീസ് തീർത്തും ദുർബലാണ്. ദുർബലം എന്നല്ല, തീർത്തും ദുർബലാണ്. ഈ ഹദീസ് തീർത്തും ദുർബലാണ്, തെളിവിന് യോഗ്യമല്ല. അതിൽ കുറേ റാവിമാരുണ്ട്, പിന്നെ തീർത്തും ദുർബലർ, അതേപോലെ വ്യാജ ഹദീസ് നിർമ്മിക്കുന്ന റാവിമാർ വരെ അതിലുണ്ട്. അബുൽ ബുഖ്തുരിയെ പോലുള്ളവർ, അതേപോലെ ഖാലിദ് ബിൻ ഇസ്മായിലിനെ പോലുള്ളവർ, വേറെയും അങ്ങനത്തെ റാവിമാരുണ്ട്. അൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അതിൻ്റെ ഇതിൽ അബൂ ഹുറൈറ എഴുതി വെച്ചാണ്. ആരെങ്കിലും ഇല്ലല്ല, താലേക്കിലൊന്നുമില്ല അല്ലേ. തയ്യിബ്. അൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതാ അഹദുകുമുസ് സ്വലാ വൽ ഇമാമു അലാ ഹാലിൻ ഫൽയഫ്അൽ കമാ യസ്നഉൽ ഇമാം. ഫൽയസ്നാ നിങ്ങളിലോ ഫൽയസ്ന അല്ലേ. ഖലാസ്. فليصنع كما يصنع الإمام. أوكي. فليصنع. لا لا هذا ശരിയല്ല. فليصنع ലാമുൽ അംറാണ്. ഫൽ തന്നെ പറയണം. ഇതാ അലി ഇബ്നു അബി താലിബിൽ നിന്ന് നിവേദനം, അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി താലിബ് അബു സിബ്തൈൻ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ അതാ അഹദുക്കും നിങ്ങളിൽ ഒരാൾ വന്നാൽ, എവിടേക്ക്, അസ്സല നമസ്കാരത്തിലേക്ക് നിങ്ങളിൽ ഒരാൾ വന്നാൽ, വൽ ഇമാമു അലാ ഹാലിൻ ഇമാം ഒരവസ്ഥയിലായിരിക്കെ, നിസ്കാരത്തിൻ്റെ
ഒരവസ്ഥയിൽ ഇമാമായിരിക്കെ, റുക്കൂഇൽ, സുജൂദിൽ, ഇഅ്തിദാൽ, ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇമാമായിരിക്കെ നിങ്ങൾ നമസ്കാരത്തിലേക്ക് വന്നാൽ ഫൽയസ്ന കമാ യസ്നഉൽ ഇമാം, ഇമാം ചെയ്യുന്നത് പോലെ അവനും ചെയ്യട്ടെ, ഇമാം ചെയ്യുന്നത് പോലെ അവനും ചെയ്യട്ടെ. ഇദാ അതാ അഹദുക്കും അസ്സലാ, നമസ്കാരത്തിലേക്ക് നിങ്ങളൊരാൾ വന്നാൽ വൽ ഇമാമു അലാ ഹാലിൻ, ഇമാം ഒരവസ്ഥയിൽ ആയിരിക്കെ, നിസ്കാരത്തിലാണ് ഇമാം നിസ്കാരത്തിൻ്റെ ഏതെങ്കിലും ഒരവസ്ഥയിലായിരിക്കെ നിങ്ങളൊരാൾ നിസ്കാരത്തിലേക്ക് വന്നാൽ ഫൽയസ്ന, അവൻ ചെയ്യട്ടെ കമാ യസ്നഉൽ ഇമാം, ഇമാം ചെയ്യുന്നത് പോലെ. അല്ലേ? എന്താ പറഞ്ഞേ? ഇമാം റുക്കൂലാണെങ്കിൽ റുക്കൂലേക്ക് പോകണം, സുജൂദിലാണെങ്കിൽ സുജൂദിക്ക് പോകണം. ചില ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യും ഇമാം കൊണ്ട് പൊന്താൻ വേണ്ടിയിട്ട്. അത് പാടില്ല. ഇമാം ഏതൊരു ഹാലിലാണോ ആ ഹാലിൽ ഇമാമിനെ തുടരുകയാണ് വേണ്ടത്. അതാണ് ഹദീസ് അറിയിക്കുന്നത്. ഇമാമിനെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ എന്ത് വേണം? ഇമാമിനെ ആ ഹാലിൽ തുടരുന്നതിന് മുമ്പ് എന്ത് വേണം? തക്ബീറത്തുൽ ഇഹ്റാം വേണം. മനസ്സിലായില്ലേ? ഇമാം റുക്കൂലാണെങ്കിൽ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? റുക്കൂവിലേക്ക് പോകാൻ പാടുള്ളൂ. സുജൂദിലാണെങ്കിൽ ഇർത്തത്തിലാണെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം അത് വേണം. മനസ്സിലായി? തക്ബീറത്തുൽ ഇഹ്റാം അത് നിസ്കാരത്തിൻ്റെ റുക്നാണത്, ചൊല്ലിയിട്ട് ഈ ഇമാമിനെ തുടരാൻ പാടുള്ളൂ. ഹദീസ് ഇമാം തുർമുദി അല്ലേ, റവാഹു തുർമുദി ബിസനദിൻ ദഈഫ്. ഇമാം തുർമുദിയാണ് റിപ്പോർട്ട് ചെയ്തത് ദഈഫായ സനദോടുകൂടി. പക്ഷേ ഈ ഹദീസ് ദഈഫായ സനദാണെങ്കിലും പിന്നെ അതിന് ദഈഫ് എന്ന് പറയാൻ കാരണം മുആദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈലയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല താബിയാണ്. അദ്ദേഹം എന്ത് ചെയ്തില്ല? മുആദിൽ നിന്ന് നേരിട്ട് കേട്ടിട്ടില്ല എന്നുള്ള ഒരു വിഷയത്തിലാണ് ഇതിനെ ദുർബലാക്കിയിട്ടുള്ളത്. ഇമാം ഇബ്നു ഹജറിൻ്റെ ഹുക്കുമാണത്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തു ബിസനദിൻ ദഈഫ്. ആരാ പറയുന്നത്? അത് ഇമാം ഇബ്നു ഹജറാണ്. ഇബ്നു ഹജർ ആണ് പറയുന്നത്. പക്ഷേ പിന്നെ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല മുആദ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ല എന്ന ന്യായത്താലാണ് അതിനെ ദുർബലാക്കുന്നത്. പക്ഷേ ഈ ഹദീസിന് വേറെയും സനദുണ്ട്. മനസ്സിലായി? അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല കേട്ട സഹാബികളിൽ നിന്ന് തന്നെ ഇതിന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്, വേറെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹദീസ് സഹിഹാണ്. വേറെ സനദിൽ ഇത് സഹിയായി വന്നിട്ടുണ്ട് എന്നർത്ഥം. ഖലാസ്, ഇതിൽ ഇഷ്കാലില്ലല്ലോ, ഹദീസിൽ വിഷയമൊന്നുമില്ലല്ലോ. വിഷയം. അപ്പോൾ നമ്മൾ ജമാഅത്ത് നമസ്കാരവും ഇമാമത്തുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് ഇത്രയും കാലം ചെയ്തത് ഇവിടെ നമ്മൾ വിശദീകരിച്ചു. ഇനി ബാങ്ക് കൊടുത്ത് വരുന്നതിനെ കുറിച്ച് പറയേണ്ടതില്ല. ഇഖാമത്ത് കൊടുത്താലാണ് ആളുകൾ എന്ത് ചെയ്യുക? ഹൈ സ്പീഡിൽ ഓടുക അല്ലേ? ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പള്ളിക്ക് വരണമാകുമ്പോൾ എപ്പോഴും പള്ളിയിൽ വരേണ്ടത് എങ്ങനെയാണ്? ഒതുക്കത്തിലാണ്. പിന്നെ ബാങ്ക് കൊടുത്തിട്ട് ഒരാൾ വരികയാണെങ്കിൽ അല്പം വേഗതയിൽ വന്നാലും നിസ്കാരത്തിനെ ബാധിക്കണില്ല, ഖുശൂവിനെ ബാധിക്കണില്ല. മനസ്സിലല്ലേ? എന്തുണ്ട്? ഇഖാമത്തിനും ബാങ്കിനും ഇടയിൽ ടൈം ഉണ്ടല്ലോ. അതേസമയം ഇഖാമത്തിൽ ഒരാൾ ഓടി വരികയാണെങ്കിൽ എന്താണ്? അയാളുടെ നിസ്കാരം മുഴുവൻ ഏത്തോടുള്ള മാതിരിയായിരിക്കും, കിതച്ചുകൊണ്ടായിരിക്കും, ഖുശൂ ഉണ്ടാവില്ല. അതുകൊണ്ട് ഖുശൂവിനെ ബാധിക്കണതുകൊണ്ടാണ് ഇഖാമത്ത് കേൾക്കുമ്പോൾ നിങ്ങൾ വന്ന. ഇതിനർത്ഥം ഇഖാമത്ത് കേട്ടാൽ വരണം എന്നല്ല, ബാങ്ക് കേട്ടാൽ തന്നെ എന്ത് ചെയ്യണം? പള്ളിയിൽ വരണം. പക്ഷേ ഇഖാമത്ത് കേട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആ നിസ്കാരം തുടങ്ങി വിചാരിച്ചിട്ട് പായാൻ പാടുള്ളതല്ല, ഒതുക്കത്തിലാണ് വരേണ്ടത് എന്നർത്ഥം. പറഞ്ഞാൽ മനസ്സിലായോ? ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് സലാത്തുൽ മരീദ് അല്ലേ, സലാത്തുൽ മുസാഫിർ വൽ മരീദ്, യാത്രക്കാരുടെ നിസ്കാരം, രോഗിയുടെ നിസ്കാരം, ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.